ആശാനെ, ഡംബു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ആശാൻ എലികളെയും എനിക്ക് കോഴികളെയും പിടിക്കാനുള്ള കെണിസൂത്രം ഞാൻ ഒപ്പിച്ചു തരാം. കെണിസൂത്രമോ? അതെന്തു സൂത്രം? അതെ, കെണിസൂത്രം തന്നെ. നിങ്ങളെ തല്ലിച്ചതച്ച ആ ആണ്ടിയേട്ടന്റെ മകൻ അപ്പുവില്ലേ, ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവനെക്കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരാൻ പറയുന്നു. എന്റെ സൂത്രം എങ്ങനെയുണ്ട് ആശാനെ? അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡംബു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. അവനെയൊന്ന് പേടിപ്പിക്കണമെന്ന്. എന്താ ഡംബു? ശരി, മനസ്സിലായി. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ്. ജൽദി ജൽദി. അകത്താണേ പ്രോബ്ലം. അതെ കുക്കുടൂസ, അതിന് അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും? കാം ബഹുത്ത് മുഷ്കിൽ ഹേ. നോ പ്രോബ്ലം ആശാൻ, നോ പ്രോബ്ലം. എത്രയും പെട്ടെന്ന് ജൽദി ജൽദി ഞാൻ അവനെ ഇവിടെ എത്തിക്കും. ഞാനാരാ മോൻ? ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. അപ്പു, അപ്പു, അപ്പു ഒന്ന് നിന്നേ. ആരാ? എന്താ കാര്യം? പെട്ടെന്ന് പറയൂ, എനിക്ക് വീട്ടിൽ പോണം. അമ്മ കാത്തു നിൽപ്പുണ്ടാവും. അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പു, ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ. എന്താണത്? അതെ, കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട്. അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല. ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും. എന്താ? അതെയോ? എന്നേ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അന്നാര കണ്ണാവ, ഓഹോ അന്നാര കണ്ണാവ, ചങ്ങാത്തം കൂടാൻ വാ, ഓഹോ ചങ്ങാത്തം കൂടാൻ വാ. എവിടെ എവിടെയാ യന്ത്രം കിടക്കുന്നത്? യന്ത്രമോ? ഏത് യന്ത്രം? മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ, അതാ നിനക്ക് നല്ലത്. അയ്യോ, ഇത് സിംഹരാജനല്ലേ? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? പറയൂ. അതെ, ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരണം. അതും എത്രയും പെട്ടെന്ന്. സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിച്ചു തരാം. അതെ, എലിക്കണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കോഴിക്കണി അത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. പാവം അപ്പു. ഈശ്വര, എന്നോട് ക്ഷമിക്കണേ. ഞാൻ സമ്മതിച്ചു, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം. അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ ഒന്ന് തയ്യാറാക്കിക്കോളൂ. ഓക്കെ, കം ഓൺ ആശാൻ. അകത്താണേ പ്രോബ്ലം, പുറത്താണേ പ്രോബ്ലം, താഴെ മേലെയും പ്രോബ്ലം. കമ്പ്യൂട്ടർ, ക്യാമറ, സ്വിച്ചുകൾ, കുറെ വയറുകൾ. ഹമ്പട, ഇവന്മാര് ഭയങ്കരം തന്നെ. എന്താ ഡംബുരാജ പറ്റിയത്? മുറിവ് വലുതാണല്ലേ? വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? മരുന്നൊന്നും കിട്ടിയില്ലേ? മരുന്നോ? ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അയ്യോ അമ്മേ. അപ്പോ ഡംബുരാജൻ ഈ കാട്ടിലെ രാജാവല്ലേ? രാജാവോ? അതെന്താ? ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത്. ഡംബു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ്. അവർ ഡംബുരാജനെ ഉപദ്രവിച്ചു കൊല്ലും. അതിനു മുമ്പ് ഡംബു എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുന്ന് രക്ഷപ്പെടണം. പൊയ്ക്കോളൂ. ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ? വേണ്ട, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. അവർ വരുന്നുണ്ട്. ഇതാ, താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട്. പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ.
അത് ഉപകാരപ്പെടും. വാ കുക്കുടൂസ, നമുക്ക് പോകാം. താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ. ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. വല്ലതും അകത്താക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. വല്ലാത്ത വിശപ്പ്. അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുടൂസ? ജൽദി ജൽദി ചലോ. മരം കൊത്തിയാണ്. എത്ര പാടുപെട്ടാണ് അവൻ വീട് പണിയുന്നത്.